നമസ്കാരം. ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ഇറാനിലെ ആക്രമണം ഒരു മാസം പിന്നിട്ടതോടെ കരയുദ്ധം നടത്താനുള്ള ഒരുക്കത്തിലാണത്രേ US. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ നട്ടെല്ലായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനുവേണ്ടി 4000-ഓളം മറൈനുകളെ US തയ്യാറാക്കിയിട്ടുണ്ട്. 70,000-ഓളം മറൈനുകൾ പിന്നാലെ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ഗാർഗ് ദ്വീപ് മാത്രമല്ല, ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും കൈക്കലാക്കാൻ അമേരിക്കയുടെ ലക്ഷ്യമാണ്. അമേരിക്കയുടെ നീക്കങ്ങൾ മുന്നിൽ കണ്ട് ഗാർഗിലും ഹോർമോസ് കടലിടുക്കിലും ഇറാനും സൈനിക വിന്യാസം ശക്തമാക്കി. കരയുദ്ധമുണ്ടായാൽ അത് ആധുനിക ചരിത്രം കണ്ട മാനുഷിക ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനതരമായിരിക്കും എന്നതിൽ സംശയമില്ല. ഇരുവശത്തും നിരവധി പേർ മരിക്കും. ഗാർഗിലേക്ക് കരമാർഗം പ്രവേശിക്കണമെങ്കിൽ സൗദി അറേബ്യയുടെയോ UAEയുടെയോ ഖത്തറിന്റെയോ സഹായം ആവശ്യമാണ്. ഇത് യുദ്ധത്തെ ഗൾഫ് മേഖലയാകെ വ്യാപിക്കാനും ഇടയാക്കും. ലോക സമാധാനം അതിന്റെ പ്രതിധ്വനി ഉണ്ടാക്കുകയും ചെയ്യും. ഇറാന്റെ നേതൃത്വമെല്ലാം കൊല്ലപ്പെട്ടുവെന്നും കരസേനയും നാവികസേനയും വ്യോമസേനയും നശിച്ചുവെന്നും യുദ്ധം ജയിച്ചുവെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. 97% മിസൈൽ ലോഞ്ചറുകളും തകർത്തുവെന്നും ഡ്രോൺ ഫാക്ടറികളും മിസൈൽ ശേഖരങ്ങളും തരിപ്പണമാക്കിയെന്നും ട്രംപ് അവകാശപ്പെടുന്നു. എന്നിട്ടും എന്തിനാണ് കരയാക്രമണത്തിന് മുതിരുന്നതെന്ന് വിശദീകരിക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. ഒരു വശത്ത് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നു, ഇറാനുമായി ചർച്ച നടത്താൻ പോവുകയെന്ന് ആവർത്തിക്കുന്നു. മറുവശത്ത് യുദ്ധത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. പുതിയ വിമാനവാഹിനി കപ്പലുകളും പോർവിമാനങ്ങളും സൈനികരും എത്തിക്കുന്നു. യുദ്ധം അവസാനിക്കാൻ താല്പര്യമുള്ള അമേരിക്ക എന്തിന് അതിന്റെ സൈനിക സാന്നിധ്യം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നു? US പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള ഈ അന്തരം ഇനി സാധാരണ നയതന്ത്ര നാടകമെന്ന രീതിയിൽ അവഗണിക്കപ്പെടാനാകില്ല. ഇതൊന്നും നിയന്ത്രിതമായ ഒരു യുദ്ധത്തിന്റെ ലക്ഷണങ്ങളല്ല. നിയന്ത്രണം വിട്ടുപോകുന്ന യുദ്ധത്തിന്റെ മുന്നറിയിപ്പുകളാണ്. സമാധാനത്തിലേക്കുള്ള നീക്കമല്ല, കൂടുതൽ സംഘർഷത്തിലേക്കുള്ള നിശബ്ദ നീക്കമാണ്. ഈ യുദ്ധത്തിന് അന്താരാഷ്ട്ര പിന്തുണയില്ല. ഹോർമോസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ സഹായിക്കാൻ അമേരിക്ക നാറ്റോ കൂട്ടാളികളോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ രാജ്യങ്ങൾ മുഖം തിരിച്ചു. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ യുദ്ധം സൃഷ്ടിച്ച വിള്ളൽ ഗുരുതരമാണ്. ടക്കർ കാൾസൺ, കാൻഡാറ്റ് ഒവൈറ്റ്, മാർജോറി ടൈലർ തുടങ്ങിയ പ്രമുഖർ തന്നെ തുറന്ന വിമർശനം ഉന്നയിക്കുന്നത് ഈ യുദ്ധം ട്രംപിന്റെ സ്വന്തം രാഷ്ട്രീയ അടിത്തറയെ പോലും ദുർബലമാക്കുന്നുവെന്ന് കാണിക്കുന്നു. അമേരിക്കൻ ജനത ഈ യുദ്ധത്തിന് പിന്തുണ നൽകുന്നില്ല. വലിയ കരയുദ്ധത്തിലേക്ക് പോകുന്നതിനെതിരെ ഭൂരിഭാഗം അമേരിക്കക്കാരും എതിരാണെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ട്രംപിനെതിരെ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ റാലിയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. കരയുദ്ധം ഒരു ലളിതമായ സൈനിക തീരുമാനമല്ല. അത് ആരംഭിച്ചാൽ ദീർഘകാല സംഘർഷങ്ങളായി മാറുന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. കരയുദ്ധം എന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷി മാത്രം പരീക്ഷിക്കുന്നതല്ല. അത് മനുഷ്യജീവിതത്തെ, സാമ്പത്തിക സ്ഥിതിയെ, പ്രാദേശിക സമാധാനത്തെ തകർക്കുന്ന ഭീമാകാരമായ ദുരന്തമാണ്. ഒരിക്കൽ ആരംഭിച്ചാൽ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും സാധാരണ ജനങ്ങൾ ഏറ്റവും വലിയ ഇരകളാവുകയും ചെയ്യുന്നു. ഗാർഗ് ദ്വീപ് പോലുള്ള ഊർജ്ജ സ്രോതസ് കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം യുദ്ധത്തിന്റെ ലക്ഷ്യം സാമ്പത്തികാധിപത്യമാണെന്ന മുന്നറിയിപ്പിനെ ക്ഷണിപ്പിക്കുന്നു. യുദ്ധം ഒരിക്കലും സ്ഥിര പരിഹാരം നൽകുന്നില്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചക്രവ്യൂഹമാണ്. ചർച്ചകളും നയതന്ത്രപരമായ ഇടപെടലുകളും മാത്രമാണ് ദീർഘകാല സമാധാനത്തിലേക്കുള്ള വഴി തുറന്നത്. നയതന്ത്രപരമായ ഇടപെടലുകൾ മാത്രമാണ് ദീർഘകാല സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുക. വ്യോമശക്തി, നാവികശേഷികൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയുള്ളതിനാൽ അമേരിക്കൻ സയന്റിസ്റ്റ് അച്യുതണ്ടിന് വ്യക്തമായ തന്ത്രപരമായ സൈനിക നേട്ടമുണ്ട്. എന്നിരുന്നാലും ഈ ശക്തി രാഷ്ട്രീയപരമായി മാറില്ല. ഇറാൻ ഘടനാപരമായ പ്രതിരോധ ശേഷിയുടെ സ്ഥാനത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ ആഴം, വികേന്ദ്രീകൃത സൈനിക സിദ്ധാന്തം, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവ ഇറാനെ ശക്തിയായി നിലനിർത്തുകയും തിരിച്ചടിക്കാൻ അതിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ട്രംപ് ഒരു തന്ത്രപരമായ കുടുക്കിലാണ്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചാൽ അത് പരാജയമായി വ്യാഖ്യാനിക്കപ്പെടും. തുടർന്നാൽ കൂടുതൽ വലിയ പ്രതിസന്ധിയായി മാറും. ഇറാൻ ദീർഘകാല തന്ത്രം പിന്തുടരുന്നതിനാൽ യുദ്ധം നീളുന്നതിന്റെ ആനുകൂല്യം അവരുടെ പക്ഷത്താണ്. യുദ്ധം ഇതിനകം തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തു. ഗൾഫ് രാജ്യങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിട്ടു.
യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കരയുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ദുരന്തം പൂർണ്ണമായും ഇസ്രയേൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ വഷളാക്കുകയാണ്. ഇറാൻ ഇപ്പോൾ കൂടുതൽ ശക്തമായ പ്രതിരോധ ശേഷിയും വികസിപ്പിക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവിലേക്കാണ് നീങ്ങുന്നത്. ഈ യുദ്ധം ഒരു വ്യക്തമായ സത്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധം ആരംഭിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അതിന്റെ അവസാനം നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമല്ല. ഒരിക്കൽ ഈ വഴിയിലേക്ക് കടന്നാൽ അത് സ്വന്തം ഗതി ന്യായീകരണവും സൃഷ്ടിക്കും. കരയുദ്ധത്തിലേക്കുള്ള ഏത് നീക്കവും ഈ ദുരന്തത്തെ കൂടുതൽ ആഴത്തിലേക്ക്, ദൈർഘ്യമേറിയ സംഘർഷത്തിലേക്കും തള്ളിവിടും. അതിനാൽ ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായത് സൈനിക വ്യാപനമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ ധൈര്യമുള്ള നയതന്ത്ര തീരുമാനങ്ങളാണ്. ഇല്ലെങ്കിൽ യുദ്ധം ഒരു നേതാവിന്റെ പരാജയം എന്നതിനപ്പുറം കാലഘട്ടത്തിന്റെ ദുരന്തമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.